എടാ ദാസപ്പ, അവന് പെണ്ണ് വേണ്ട, കള്ള് വേണ്ട, പണം വേണ്ട. CI മഹാദേവൻ. അവനാര്, മഹാബലിയുടെ അനിയനോ അതോ മഹാവിഷ്ണുന്റെ ചേട്ടനോ? എന്താ ഏട്ടാ പ്രശ്നം? എടാ ദാസപ്പ, എന്റെ സ്വാതന്ത്ര്യം പോയി, പ്രസ്റ്റീജ് പോയി, ഇപ്പൊ വരുമാനവും പോയടാ. നിനക്കറിയോ, സർവീസിൽ കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പണം കൊടുത്ത് ഞാൻ കുടിച്ചിട്ടില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചേട്ടൻ പരമവാസാണെന്ന്. നീ പണിയാതെ പറയണേക്കടാ. ഇപ്പൊ ഞാൻ എന്റെ പണം കൊടുത്താ കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ നഷ്ടം നിന്റെ തണ്ട അല്ല, ഒറ്റ തണ്ട നോത്തൂടാ. സ്വർഗപ്പൂങ്കാവനം പോലെ കിടന്നിരുന്ന എന്റെ സ്ഥലം കേവലം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയില്ലടാ അവൻ. ഈ മഹാദേവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ധനികനാണെന്ന് എനിക്കറിയോ. ഇപ്പൊ ഒക്കെ പോയി. അവനെ വീറപ്പനെ കൊണ്ട് റാഞ്ചിക്കും. ജനകം പറ്റില്ലടാ നഷ്ടങ്ങള്. എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ശ്രീരാമന് ലക്ഷ്മണനെ പോലെ നീ എന്റെ ആത്മാർത്ഥ അനുജനല്ലേ, നീ എന്നെ സഹായിക്കണം. അവന്റെ കാര്യം ഞാൻ ഏറ്റേട്ടാ. അവന്റെ സിനിമ ഭ്രാന്ത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഞാനൊരു മിമിക്രിക്കാരെന്ന് ചേട്ടൻ അറിയാലോ. ആരുടെ ശബ്ദം വേണമെങ്കിലും ഞാൻ എന്നെയിരിക്കും. അയാളുടെ മുമ്പ് ചെന്ന് മിമിക്രി കാണിച്ച് സസ്പെൻഷൻ വാങ്ങിക്കാനുള്ള പ്ലാനാണോ? അല്ല ചേട്ടാ, അയാൾ പ്രിയദർശന്റെ മോഹൻലാലിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കല്ലേ. അതിന് നിനക്ക് അയാളെ കോടാശ്ശേരി വനത്തിലേക്ക് കയറ്റി വിടാൻ പറ്റുമോ? കോടാശ്ശേരി വനോ? അയ്യോ, അവിടെയല്ലേ രണ്ടാൾക്കാരെ ഇന്നാളെ ആന ചവിട്ടി പീച്ചിയത്. പീച്ചട്ടടാ, നിനക്ക് അയാളെ അവിടെ എത്തിക്കാൻ പറ്റുമോ? അത്രേ ഉള്ള കാര്യം. അത് വെരി ഈസിയാണ് ചേട്ടാ. നമുക്ക് എച്ച് ഡി ബുത്തരൊന്ന് പോവാം. ആരെ വിളിക്കാൻ? അത് സസ്പെൻസ്, ഇത് എക്സ്പെൻസ്. ചക്കവർത്തത്. ഇവരുടെ അടുത്തുള്ള സ്കൂളില് മലയാളം പറഞ്ഞാ 10 രൂപ ഫൈനാ. ഹലോ മോളെ, അച്ഛനുണ്ടോ? ഞാൻ സംവിധായകൻ പ്രിയദർശന. അച്ഛനെ വിളിക്ക്. അച്ഛാ, ഡയറക്ടർ പ്രിയദർശൻ വിളിക്കുന്നു. പ്രിയദർശന? ഹലോ, ഞാൻ CI മഹാദേവനെ സംസാരിക്കുന്നേ. ഞാൻ ഡയറക്ടർ പ്രിയന. ഹലോ, പ്രിയ എവിടെ വിളിക്കുന്നേ? ഞാനിവിടെ ബോംബെന്ന്. ബോംബെന്നാ? എന്താ വിശേഷം? എനിക്ക് സാറിനെ കൊണ്ടൊരു സഹായം വേണമായിരുന്നു. എന്നെ കൊണ്ടൊരു സഹായോ? ഡയറക്ടർ പ്രിയദർശന? എന്നെ സാറിനൊന്നും വിളിക്കണ്ട പ്രിയ, ഞാൻ പഴയ മഹാദേവൻ തന്നെയാണ്. എന്താ കാര്യം? ഞാൻ അടുത്ത മലയാള പടത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്നത് കോടാശ്ശേരി മലയിലാണ്. ഷൂട്ടിങ്ങോ? കോടാശ്ശേരി മല എന്റെ സർക്കിൾ പട്ടാണ്. ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണം. എന്ത് വേണമെങ്കിലും തരാം. തന്നെയുമല്ല, സാറിതിൽ അഭിനയിക്കുകയും വേണം. ഞാൻ അഭിനയിക്കണോ? ഞാനും പ്രിയനൊക്കെ പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നാളത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. എന്റെ കൂടെ മിസ്റ്റർ മോഹൻലാൽ ഉണ്ട്. ഞാൻ വിളിക്കാം. ലാലേ, ദാ മഹാദേവൻ സാർ വിളിക്കുന്നു. എന്താ സാറേ? ഞാൻ മോഹൻലാലാ. സുഖം തന്നെ അല്ലേ? ലാൽ ധൈര്യമായിട്ട് വന്നോ? ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ ഏറ്റി. ഞാൻ പ്രിയന് കൊടുക്കാം. നാളെ ഞങ്ങളെത്തും. മറ്റന്നാളാ ഷൂട്ടിങ്. സാർ അവിടെ വന്നാൽ നമുക്കൊന്ന് കൂടാം. എങ്കിൽ നാളെ വരുമ്പോ പോലീസ് സ്റ്റേഷൻ വരാം. വേണ്ട, നാളെ സാർ ഒറ്റയ്ക്ക് വന്നാൽ മതി. പോലീസ് ഫോഴ്സ് മറ്റന്നാൾ മതി. അല്ല, പ്രിയനൊന്നും വിചാരിക്കരുതേ. എന്റെ റോൾ എന്താണെന്ന് അറിഞ്ഞാ അത് വേഷം എന്താണെന്നോ? അത് ആദിവാസികളുടെ കഥയാ. മോഹൻലാലും സാറും ഒക്കെ ആദിവാസികളാ. ഞാൻ ലാലിന്റെ കൂടെ. അതെ സാർ. അപ്പൊ നാളെ അവിടെ എത്തിയിരിക്കും. ഓക്കെ പ്രിയ, ഓക്കെ. ഇടി ആദിവാസികളുടെ കഥയാ. 8 ഹിന്ദി പടമാ പ്രിയം ചെയ്യാൻ പോകുന്ന. പ്രിയദർശൻ നല്ല ഡയറക്ടറാ. ശരിക്കും നാഷണൽ അവാർഡ് കിട്ടേണ്ട ആളാ. അതെന്താ? നിങ്ങൾക്ക് പറ്റിയ വേഷമാണ് തന്നിരിക്കുന്നത്. ആദിവാസി. ഐസ്ക്രീം, ഒരു ഐസ്ക്രീം തന്നെ. ആ ചാക്കോബാർ തന്നെ നാട്ടാ. ഒരെണ്ണം കൂടി തന്നേരി. ആളുകൾ വെള്ളം ഉണ്ടാക്കണേ സാറേ. അതെ, ഷൂട്ടിങ്ങിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അത് പ്രിയൻ എനിക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി വെച്ചതാണോ? ഷൂട്ടിംഗ് നാളെയല്ലേ സാർ, എന്തിനാ ഇന്ന് പോകും? ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. പഴയ ടീമല്ലേ. നേരത്തെ വരണമെന്ന് പ്രിയൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതെ അതെ, നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമല്ലോ. അല്ല, നടന്മാരെയൊക്കെ നേരത്തെ വിളിക്കുമല്ലോ എന്ന് പറയായിരുന്നു. ഗായകന്മാരുടെ വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. നോക്കട്ടെ, നീ പോയിക്കോ, ഞാൻ വിളിക്കാം. നാളെ രാവിലെ പോലീസുകാരുമായി മേലോട്ട് വന്നാൽ മതി. സാറേ, ഒരു മിനിറ്റ്. അവസാനമായിട്ട് ഞാൻ സാറിന് ഒന്നുകൂടി കണ്ടോട്ടെ.
അല്ല സിനിമയിലൊക്കെ കയറി കഴിഞ്ഞാ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലേ. സന്ധ്യയായെന്ന് തോന്നുന്നു. ഇതെന്താ ഇവിടെ ആരും കാണുന്നില്ലല്ലോ? പ്രിയം വന്നില്ലേ? നിങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിരിക്കില്ലേ? നല്ല കോസ്റ്റ്യൂംസ്. കുന്തത്തിന്റെ മുന എന്റെ തോക്കണ്ടേട്ടാ, എല്ലാത്തിനും ഫയർ ചെയ്യും ഞാൻ പ്രിയനോട് പറഞ്ഞ എല്ലാത്തിനും ചാൻസുകളായി പറഞ്ഞേക്കാം. ഞാനൊന്ന് ഒച്ച വെച്ചേ ഉള്ളൂ, ഓടിക്കളഞ്ഞു പേടിത്തുറിയത്. ഫോറസ്റ്റിലൊക്കെ ഷൂട്ടിംഗ് വരുമ്പോ എന്നെ പോലെ ധൈര്യം വേണ്ടേ? ചിലപ്പോ ഞാൻ സി ആണെന്ന് മനസ്സിലായി കാണും. ഞാൻ എന്താടോ ആരെയും കാണുന്നില്ലല്ലോ? അയാൾ ഒറ്റയ്ക്ക് വരുമെന്നല്ലേ ബോസ് പറഞ്ഞേ? ആ സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. കയ്യോ കാലോ തല്ലി ഓടിക്കാൻ അതിന് മാത്രം നേരമൊന്നും വേണ്ടോ? മഹാദേവൻ പോലീസ് ഫോഴ്സുമായാ വരുന്നത്. അതെ അതെ, സോറി, ഞാൻ അറിഞ്ഞില്ല. അത് പറ്റിപ്പോളല്ലേ? ഒരു ആന വന്നിട്ടുണ്ട്, ആന കൊമ്പനാണ്, സൂക്ഷിക്കണേ. എനിക്ക് ടൈമില്ല, അതാണ് സോറി. ഇതാരാ കാട്ടി പൊതിച്ചുകൂടെ കിടക്കണേ? ഒരു ആന ഇറങ്ങിയിട്ട് തട്ടി വീണ ചതഞ്ഞു പോവും. ഇതാ നീയല്ലടാ തീവ്രവാദി രാജു. അനങ്ങി പോകരുത്, ഫയർ ചെയ്യാൻ. പിടികൊണ്ടവനോടെ ശരിയാക്കാം. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് കരുതി. താങ്ക് യു സാർ. ഇവൻ കോടാശ്ശേരി മലയിലുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഒന്നും പറയണ്ട സാർ, ഇവനെ പിടിക്കാനല്ല സാർ എനിക്ക് ബുദ്ധിമുട്ട് വന്നത്. മറ്റവനുമായി ഞാൻ 1 മണിക്കൂറോളം മൽപ്പിടുത്തം നടത്തി. തലനാരിഴക്കാൻ അവൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവനെ ഞാൻ പിടിച്ചനെ. ഒരു വശത്ത് ആനയുടെ ശബ്ദം, മറുവശത്ത് കുറുക്കന്റെ ശബ്ദം, പക്ഷെ വെടിയവനിട്ട് കൊണ്ടു. സോറി സാർ, പെർമിഷൻ വാങ്ങാതെ ഞാൻ ഫയർ ചെയ്തത്, സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ. ഒറ്റയാന്റെ പീച്ചയിൽ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ചേട്ടനല്ലേ പറഞ്ഞ മലയിലേക്ക് കയറ്റി വിട്ട പിന്നെ തിരിച്ചു വരും എന്നാണ് എന്നോടും പറഞ്ഞത്. ആര്? നീയല്ലേ എന്നോട് പറഞ്ഞു ആ വഴി ആര് പോയാലും ആന കുത്തിക്കൊല്ലുമെന്ന്. എന്നാലും ഒരു എരുമ പോലും ഇയാളെ കണ്ടില്ലല്ലോ. ഇനി ആനയും ഇയാള് ഫ്രണ്ട്സ് ആയി കാണൂ. എന്നിട്ട് ആ വെടികൊണ്ട് വീണവൻ എവിടെ പോയി? അവൻ ഈ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കാണും. കംപ്ലീറ്റ് ആശുപത്രി ഞാൻ അരിച്ച് പെറുക്കും. റിയലി? നിങ്ങൾ ഇത്രയ്ക്ക് ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിവേ, എന്നെ ഇങ്ങനെ പുകഴ്ത്തരുത് സാർ, Keep it ഞാൻ up. പാവം ധീരനാ. ഞാൻ വരട്ടോ? ദാസപ്പാ, വണ്ടിയുടെ ലക്ഷ്മി നഴ്സിംഗ് ഹോമിലേക്ക് പോട്ടെ. ആദ്യത്തെ സെർച്ച് അവിടെ തന്നെ. ആ സാറിന്റെ വൈഫിന്റെ നഴ്സിംഗ് ഞാൻ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസറാണ്. എനിക്ക് പക്ഷപാതമില്ല. Proceed. Yes, sir. പോരെ.